നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകിയ എ പത്മകുമാർ ജയിലിലായി. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഇടനിലക്കാരന്റെ വിക്രി എന്ന് ന്യായീകരണം നിരത്തിയിരുന്ന CPM-ന് ഇനി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന പഴകി തുരുമ്പിച്ച മറുപടി മാത്രം. പത്മകുമാറിൽ നിന്ന് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിൽ എത്തുമോ? PS പ്രശാന്ത് പരിശുദ്ധനാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരം വൈകാനിടയില്ല. അയ്യപ്പൻ തീരുമാനിക്കും. ഹൈക്കോടതിയുടെ ഇടപെടൽ ഫലിച്ചു. ഓരോ ദിവസവും കോടതിയുടെ ശ്രദ്ധയുള്ളതിനാൽ വാസുവിന് പിന്നാലെ പത്മകുമാറും അകത്തായി. ശബരിമല ശ്രീകോവിലിലെ 32 കിലോ തനി തങ്കം സന്നിധാനത്തിന് പുറത്തെത്തിക്കാൻ കൊള്ളക്കാരെ പോലും വെല്ലുന്ന ഗൂഢാലോചനയാണ് നടന്നത്. എല്ലാത്തിനും തുടക്കം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം 2017 നവംബറിലാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി പൊടുന്നനെ അവസാനിപ്പിച്ച് പത്മകുമാറിനെ ഒന്നാം പിണറായി സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ താക്കോൽ ഏൽപ്പിച്ചത്. അയ്യപ്പ വിശ്വാസിയായ മുൻ MLA യുവതീ പ്രവേശന വിവാദ സമയത്ത് സർക്കാർ തീരുമാനം നടപ്പാക്കുമ്പോൾ സങ്കടം പുറത്തു കാട്ടിയതാണ്. അയ്യപ്പനോടുള്ള ഭക്തിയായിരുന്നു കാരണം. എന്നാൽ ഇതിനിടയിൽ തന്നെ സന്നിധാനത്തെ സ്വർണം കടത്താൻ കൂട്ടുനിന്നു. ശ്രീകോവിലിന്റെ വാതിൽ, കട്ടളപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ, അങ്ങനെ സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അതിലെല്ലാം കണ്ണുവെച്ചു. കൃത്യമായ ആസൂത്രണം. താങ്കൾ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ആരായിരുന്നു ദൈവം? ആരായിരുന്നു? താങ്കൾ തലിക്കുകയായിരുന്നു. താങ്കൾ ദൈവത്തെ പോലെ കണ്ടത് ആരെയാണ്? CPM ഈ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ശിക്ഷ നൽകാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ അന്ന് കണ്ടിട്ടുള്ളത്, ഇന്നും കാണുന്നത്. ആ നിലപാട് തന്നെയാണ് തുടരുന്നത്. തെറ്റ് ചെയ്യുന്ന ആരെയും സംരക്ഷിക്കുന്ന നിലപാട് CPIM സ്വീകരിക്കുന്നില്ല. പത്മകുമാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്ന് വരുത്തി തീർത്ത് അതിനായി രേഖകളും മഹസറുകളും തയ്യാറാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനവും ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവും ഇതെല്ലാം കൊള്ളയുടെ ആവർത്തിക്കുന്ന രീതികൾ. ശ്രീകോവിൽ വാതിൽ കടത്തിയതിലും കട്ടിളപ്പാളികൾ കൊണ്ടുപോയതിലും ദ്വാരപാലക ശില്പ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിലും ഒരേ ആസൂത്രണം, ഒരേ ബുദ്ധികേന്ദ്രങ്ങൾ. ആദ്യം പോറ്റിയുടെ വകയായി കത്തുവരും. ചെമ്പുപാളികൾ സ്വർണം പൂശിത്തരാം. ദേവസ്വം ബോർഡിന് ചെലവുണ്ടാവുകയില്ല. സ്പോൺസർ റെഡിയാണ്. പിന്നീട് 1998 തനി തങ്കം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാകും. ഇതിനായി ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊടുത്തുവിടണമെന്നുള്ള കത്തുകളും ഉത്തരവുകളും നിർദ്ദേശങ്ങളും ശബരിമലയിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തുവരും. 2019 മാർച്ചിൽ ഇങ്ങനെയൊരു ഉത്തരവ് നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. കട്ടിളയുടെ ചെമ്പുപാളികൾ സ്വർണം പൂശണമെന്നായിരുന്നു തീരുമാനം. ദേവസ്വം സെക്രട്ടറി ഇതിനായി ഉത്തരവും ഇറക്കി. പത്മകുമാർ ചെറിയ മീനല്ല. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, ആറന്മുള മുൻ MLA. അതിനു മുൻപ് അറസ്റ്റിലായ N വാസുവും CPM-ന്റെ പ്രമുഖൻ. ഒരു പ്രതിരോധമില്ല. ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു. ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും
കാക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല, ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങളെ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്, അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SITയെ നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നത് വരെ, കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച്, ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം വരെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ, സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആളുകൾ പറയണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന, ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാർ ജയിലിലേക്ക് പോണ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും, ഈ 4.5 കിലോ സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമെന്ന്. ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. സർക്കാരും CPMന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത്. അതിപ്പോൾ വളരെ വ്യക്തമായി, സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുക. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ CPMന്റെ ഒരു മുൻ MLA ആണ്. പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയും. പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത്. ഹൈക്കോടതിയുടെ നിരന്തര ശ്രദ്ധ ഉള്ളതിനാലാണ് ഇതുവരെ ഇടപെടലില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സ്വർണം തട്ടിയെടുക്കൽ എന്ന് CPM ന്യായീകരണത്തിലേക്ക് അന്വേഷണം പോയേനെ. ഇനി അറിയേണ്ടത് 2019 തട്ടിപ്പ് മറയ്ക്കാൻ 2024 25 കാട്ടിക്കൂട്ടിയ വിക്രിയകളാണ്. സ്വർണം പൂശിയത് കറുത്തുപോയെന്നും മിനുസം കുറഞ്ഞെന്നും കാട്ടി പ്രത്യേക ഉത്തരവുകൾ ഇറക്കി പോറ്റിയുടെ കയ്യിലേക്ക് തന്നെ സ്വർണ്ണപ്പാളികൾ എത്തിച്ചത് എന്തിന്? കഴിഞ്ഞ ദിവസം പദവി ഒഴിഞ്ഞ PS പ്രശാന്തിൻ്റെ റോൾ എന്താണ്? ഹൈക്കോടതി പ്രശാന്തിൻ്റെ ഭരണസമിതിയെയും സംശയത്തിൻ്റെ കണ്ണിലാണ് കണ്ടത്. അന്വേഷണവും ആ ദിശയിൽ പോകേണ്ടി വരും. വിശ്വസിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത്. ഒന്നിലും ഒപ്പിട്ടിട്ടില്ലെന്ന് പറഞ്ഞ് മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമൊക്കെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ
ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം ഇടപെടാൻ പാടില്ല. അതൊക്കെ അതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ്. ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. പിന്നെ ഏതന്വേഷണവും നടത്തുക, വേഗത്തിൽ നടത്തുക എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ശബരിമല സ്വർണ്ണ കേസിൽ കളവിന് നേതൃത്വം നൽകിയ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുകയാണ്. ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതികളാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഭരണത്തിന്റെ തണലിൽ രാഷ്ട്രീയ നേതാക്കന്മാരായ പ്രതികൾ ഇതുവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു. ഇനിയും കൂടുതൽ CPM നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് 2019 മുതൽ 25 വരെ നടന്ന ഗൂഢാലോചനയും വഞ്ചനയും കളവും ചതിയുമാണ്. 1.5 മാസം മുൻപാണ് കോടതി ഈ കേസിൽ ആദ്യമേ വിധി പറഞ്ഞത്. 1.5 മാസത്തിന് ശേഷമെങ്കിലും അറസ്റ്റ് നടന്നു. ഈ കാലയളവിൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് ഗവൺമെന്റും പോലീസും ചേർന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. ഇനിയും കൂടുതൽ പ്രതികളെ പിടിക്കാനുണ്ട്. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനുണ്ട്. അതിന് ഗവൺമെന്റും അന്വേഷണ ഏജൻസികളും തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ്. ഭക്തജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. അത് മേൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട്. ശബരിമലയിൽ അടിക്കടി ഇതുപോലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. ശബരിമലയുടെ യശസ് നശിപ്പിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപ്പേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൊള്ളയെല്ലാം തീരുമ്പോഴും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും. സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിൽ. ഈ 2 പ്രഖ്യാപനങ്ങളും തട്ടിപ്പായിരുന്നു എന്നാണ് വെളിപ്പെടുന്നത്. മാത്രമല്ല, ഇത് എവിടം വരെയും എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം ഈ താഴെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ദൈവതുല്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവരൊന്നും വിശ്വാസികളല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ദൈവമല്ല അവരുടെ ദൈവം. കാരണം അവരുടെ പാർട്ടിയുടെ ആളാണ്, മുകളിലുള്ളവരായിരിക്കുമല്ലോ അവരുടെ ദൈവതുല്യര്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തിൽ വരെ എത്തട്ടെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ആ ദൈവത്തെ പിടിക്കുന്നിടം വരെയും സാക്ഷാൽ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ്. പിന്നെയുള്ളത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് സെൻട്രൽ ഏജൻസിക്ക്, ചില സെൻട്രൽ ഏജൻസിക്ക് അതിൻ്റെ അകത്ത് ഇടപെടാം. അതിൻ്റെ അകത്ത് കള്ളപ്പണത്തിൻ്റെ ഒക്കെ കാര്യമുണ്ടെങ്കിൽ ഇടപെടാം. അത് നിയമപരമായിട്ടാണ്, അല്ലാതെ പൊളിറ്റിക്കലല്ല. അത് നിയമപരമായിട്ട് അവർ ഇടപെടുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകും. പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും, അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ആ പരിശോധന ആ കുറ്റത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ്. SITയുടെ നടപടി മാതൃകാപരമാണ്. SITയുടെ നടപടി ശക്തമായ നടപടിയാണ്. അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പ്രതി ചേർത്ത് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം. അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തിയ ടീം, പക്ഷേ കളവിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് എത്ര പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല.